മെൻസ്ട്രൽ കപ്പ് ഏറ്റവും നല്ല വരിക്ക ചക്ക ശരിക്കൊരു പ്രാന്തത്തിൽ. ഹലോ, അപ്പോഴേ എൻ്റെ ഇന്നത്തെ ദിവസം കണ്ടാലോ. ഇന്ന് രാവിലെ തന്നെ ഞാൻ അമ്പലത്തിലെല്ലാം പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് സെറ്റായി നിന്നിട്ടുണ്ടായിനെ. എൻ്റെ പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായി എനിക്ക് പോകാൻ പറ്റാണ്ടായി ഗൈസ്. ഈ മെൻസ്ട്രൽ കപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമുള്ള സംഭവമായിരിക്കുമല്ലേ. ഇപ്പം ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷമായി. എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു സാധനമാണിത്. അതിന് മുന്നേ എനിക്ക് ഭയങ്കര ഇച്ചിങ് ഇറിറ്റേഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിന്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളുള്ളവരൊക്കെ ഇത് യൂസ് ചെയ്യുന്നത് ഭയങ്കര കംഫർട്ടായിരിക്കും. ഇതാണ് എൻ്റെ പ്ലേറ്റും ഗ്ലാസും. ഇത് എൻ്റെ മാത്രമാണ്. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാ ചക്കക്കുരുവും ചക്കയും. ഇപ്പം ചക്ക സീസണല്ലേ, അതുകൊണ്ട് വീട്ടിൻ്റെ അകത്തും പുറത്തും എല്ലായിടെയും ചക്കയും ചക്കക്കുരും കുറേ വിളഞ്ഞേരുമല്ലേ ഉള്ളൂ. വീട്ടിൻ്റെ ഉള്ളിലെന്നാൽ ഇങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവില്ലേ. ഇവിടെ വീട്ടുപണിയെല്ലാം നടക്കുന്നുണ്ട്, ഒന്നും സെറ്റായില്ല, എല്ലാം അങ്ങും ഇങ്ങും എല്ലാം ആയിട്ടുണ്ട് അത്രേ. നല്ല പഴുത്ത വരിക്കച്ചക്കയാണ് ഗൈസ്, നല്ല മധുരം ഉണ്ടേ. ഇപ്പം ചക്ക തന്നെ തിന്ന് തിന്ന് എനിക്ക് അതിനോടുള്ളൊരു മിഷി പോയി ഗൈസ്. അപ്പം നമുക്കിനി രാവിലത്തെ പരിപാടിയെല്ലാം നോക്കാം. എനിക്ക് വേണ്ടുന്ന ദോശയെല്ലാം ചുട്ട് വെച്ചതിന് ശേഷം ഞാൻ നേരെ പോയി പല്ല് തേച്ചു. പിന്നെ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളമാണ് ഞാൻ കുടിക്കുന്നത്. പിന്നെ ലേശം ബൂസ്റ്റിട്ട ചായ കുടിക്കട്ടെ. എനിക്ക് ഈ ചായയിലും കാപ്പിലും ഇങ്ങനെ ഓവറായിട്ട് പഞ്ചാര ഇടുന്നൊന്നും ഇഷ്ടമല്ലേ, ലേശം മാത്രം മതി. വീട്ടിൻ്റെ അവിടെ തിരിഞ്ഞാലും ചക്കയും ചക്കക്കുരു മാത്രമേ കാണാനുള്ളൂ. ഒന്നിക്കൽ ചക്ക വെക്കും, അല്ലെങ്കിൽ ചക്കക്കുരു വരട്ടി വെക്കും. ഞാനിതെല്ലാം കഴിക്കലെല്ലാം വളരെ കുറവാണ്. ഇന്ന് രാവിലത്തെ എൻ്റെ ദോശയും പിന്നെ മീൻകറി ഉണ്ട്, അതാണ് ഞാനിപ്പോൾ കഴിക്കുന്നത്. ഇപ്പം ഞാൻ അടിച്ചു വരുന്ന കാണുമ്പോൾ പലരും എന്നെ അറിയുന്നവർ വിചാരിക്കും, ഓ ഓള് ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഞാനിത് ശരിക്കും അടിച്ചു വരുന്നത് തന്നെയാണ്. ഉച്ചക്കത്തെ എൻ്റെ വിപുലമായ കറികൾ നോക്കിയങ്ങൾ. കുറച്ച് തൈര് ഒഴിച്ചിന്, അതിൽ മുളക് പൊടി ഇട്ടിന്, വെളിച്ചെണ്ണ ഒഴിച്ചിന്, ഉപ്പ് ഇട്ടിന്, പിന്നെ കാന്താരി മുളകുണ്ട്, പിന്നെ എന്താ കറുമുറ് കഴിക്കുന്നൊരു സാധനമുണ്ട്, പിന്നെ ഉള്ളിയുണ്ട് ഇടക്കിടക്ക് കടിക്കാൻ വേണ്ടിയിട്ട്. ഇതെൻ്റെ ഒരു പുതിയൊരു കണ്ടുപിടുത്താണ്. വേറെ ആരും കണ്ടുപിടിച്ചണമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് എൻ്റെ ഒരു സൃഷ്ടിയാണ് ഇന്നത്തെ. എന്തായാലും സംഭവം കൊള്ളാം, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിനെ. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം അനക്കൊന്ന് ഉറങ്ങാൻ തോന്നിയേ. ഇങ്ങനെയുള്ള പ്രത്യേക ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ തോന്നും കരയണമെന്ന്, ചിലപ്പോൾ തോന്നും ചിരിക്കണമെന്ന്, ചിലപ്പോൾ തോന്നും ശരിക്കും എനിക്കെന്താ പ്രശ്നമെന്ന്. അങ്ങനെ ഒന്നും മനസ്സിലാവാത്തൊരവസ്ഥയാണ് എനിക്ക് ഈ സമയത്തെല്ലാം ഉണ്ടാവല്. എന്നെപ്പോലെ തന്നെ ആയിരിക്കുമല്ലേ ഒട്ടുമിക്ക ഗേൾസിനും ഈ സമയത്ത് ഉണ്ടാവുന്നത്. പിന്നെ അടുത്ത ഭ്രാന്ത് എന്താണെന്ന് വെച്ചാൽ പാട്ട് പാടൽ. ഒടുക്കത്തെ ഗാനമേളയായിരുന്നു ഇവിടെ. കണ്ണാ കണ്ണാ നിങ്ങളെൻ്റെ പാട്ട് ഇത്രമാത്രം കേട്ടാൽ മതി കേട്ടാ, ബാക്കിയും കൂടി കേട്ടാൽ നിങ്ങൾ ഓടിപ്പോവും. കുളിച്ച് വന്നതിന് ശേഷം വീഡിയോ എടുക്കുന്ന കാര്യം ഞാനങ്ങ് മൊത്തത്തിൽ മറന്നുപോയി. മാഗിയാക്കി കഴിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. പിന്നെ പുട്ടും ചിക്കനും കഴിച്ചിട്ടുണ്ട്, അതും ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്, പിന്നെ എടുത്തിട്ടുണ്ട്. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.